ചെല്ലക്കാറ്റിൻ വർണ്ണച്ചിറകിൽ മൂളിപ്പാട്ടും പാടിപ്പോകും ഹൈഡി ഹൈഡി. മുത്തശ്ശനെ സഹായിച്ചതിന്റെ നന്ദി സൂചകമായി ഹൈഡി ഫ്രീഡയ്ക്ക് ഒരു ബുക്ക് നൽകി. എനിക്ക് വായിക്കാൻ അറിയില്ല. നിന്നെ വായിക്കാൻ ഞാൻ പഠിപ്പിക്കാം. ആന്റൺ മകനുമായി താമസിച്ച ആഴ്ചകൾ പിന്നിടുമ്പോൾ അവൻ ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിച്ചു. നിനക്കൊരു വാച്ച് മേക്കർ ആകാൻ പഠിക്കാം. എന്നെയാണല്ലോ ഈ ക്ലോക്ക് നന്നാക്കാൻ തിരഞ്ഞെടുത്തത്. ബെൻഡോർഫിന്റെ ക്ലോക്ക് നന്നാക്കാനുള്ള പ്രയത്നം നശിപ്പിക്കപ്പെട്ടു. പക്ഷെ ഫ്രീഡയുടെ സഹായത്തോടെ കാരണക്കാരനെ അറസ്റ്റ് ചെയ്യുകയും റിപ്പയർ ഒരു വിജയമാവുകയും ചെയ്തു. ഈ അവസരം ഉപയോഗിച്ച് പീറ്റർ അച്ഛനോട് പറയാനുള്ളത് തുറന്നു പറഞ്ഞു. എനിക്കൊരു വാച്ച് മേക്കർ ആകാൻ ആഗ്രഹമില്ല. നീ നിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും എന്നെ വിഷമിപ്പിക്കില്ല. ഇനി ശ്വാസം പുറത്തേക്ക് വിടൂ. വളരെ നന്നായിട്ടുണ്ട് മിസ്റ്റർ മേയർ. ഇനി നിങ്ങളുടെ കാൽ വിരലുകളിൽ തൊടാൻ നോക്കണം പ്ലീസ്. ഗുഡ്. കുറച്ചുകൂടി നോക്കൂ. മതി. ശരി, ഇനി നിങ്ങൾ എഴുന്നേറ്റുള്ളൂ. അപ്പൊ ഡോക്ടർ ബെക്മാൻ, അപ്പോ നിന്റെ മുത്തശ്ശൻ പരിപൂർണ ആരോഗ്യവാനായി എന്ന് എനിക്കിനി ധൈര്യമായിട്ട് പറയാം. അടിപൊളി. ഓ മുത്തശ്ശ, എനിക്ക് സന്തോഷായി. എനിക്കും ഹേഡി, എനിക്കും. താങ്ക് യു ഡോക്ടർ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെയൊന്നും പറയണ്ട മിസ്റ്റർ മേയർ, അങ്ങനെയൊന്നും പറയണ്ട. ഇപ്പോൾ എനിക്ക് നന്നായി നടക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഫ്രീഡ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഒരു നന്ദി പറയാൻ. അവൾ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഓപ്പറേഷനെ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ക്രിസ്മസ് ആഘോഷിക്കാൻ അവരെയും കൂടി ക്ഷണിച്ചാലോ? നല്ല ഐഡിയയാണ്. പക്ഷെ നമ്മൾ വീട്ടിലല്ല എന്ന് ഓർക്കണം. പിന്നെ മിസ്റ്റർ സെസ്മാന്റെ സമ്മതം കൂടി നമുക്ക് വേണം. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം സമ്മതിക്കും. വലതുവശത്തേക്ക് കുറച്ചുകൂടി, ഇടതുവശത്തേക്ക് കുറച്ചുകൂടി. സൂക്ഷിക്കണം, വിറയലിലാണല്ലോ. തിരിച്ചു വലത്തോട്ട് ഒരല്പം കൂടി. അവിടെ അത് പെർഫെക്റ്റ് ആണ്. കുഴപ്പമില്ല. അത് ശരി, കൂടെ വരൂ. സമയമില്ല കളയാൻ. നമുക്ക് പണി തുടങ്ങാം. ഹലോ. അവസാനം അപ്പോ മുത്തശ്ശന് സുഖായി. അത് നല്ല കാര്യമാണല്ലോ. മിസ് റോട്ടൻമേയർ, നിങ്ങളുടെ നഴ്സിംഗിന്റെ ഫലം കണ്ടു. നിങ്ങളിപ്പോ കാണുന്നത് ഒരു പുതിയ മനുഷ്യനെയാണ്. ഇത് കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്റെ അച്ഛനെവിടെ ക്ലാര? മുത്തശ്ശന് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? ഏണസ്റ്റ്, എന്താണ് നിങ്ങളുടെ ഡോക്ടർ ബെക്മാന് പറയാനുള്ളത്? എല്ലാം സുഖമായി. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. അത് നന്നായിരിക്കുന്നു. വളരെ സന്തോഷം. മിസ്റ്റർ സെസ്മാൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്ലീസ്? തീർച്ചയായും ഹൈഡി, ചോദിക്കൂ. അത് മുത്തശ്ശന് എനിക്കും ഫ്രീഡെ ക്രിസ്മസിന് ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഫ്രീഡ? അവളാണ് എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ നിർബന്ധിച്ച അനാഥ പെൺകുട്ടി. തീർച്ചയായും നിന്റെ കൂട്ടുകാരിയോട് വരാൻ പറയണം. താങ്ക് യു മിസ്റ്റർ സെസ്മാൻ. നന്ദി ഫെഡറിക്, ഒരുപാട് നന്ദിയുണ്ട്. അതൊന്നും വേണ്ട ഏണസ്റ്റ്, ഇതൊരു ചെറിയ കാര്യമല്ലേ. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ക്ലാര, നിന്റെ കൂട്ടുകാരൻ ഫ്രെഡിയും കാണില്ലേ? അത് ശരിയാ, പക്ഷെ അവന്റെ പേര് റൂഡി എന്നാണ്. റൂഡി? ശരിയാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ കൂട്ടുകാരെ ക്ഷണിക്കാനെടുത്ത തീരുമാനം വളരെ നന്നായി. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു കുട്ടികളെ. ഞാൻ മിസ് റോട്ടൻ മേയറോട് 2 സ്വീറ്റ് കൂടി വൈകിട്ട് സെറ്റ് ചെയ്യാൻ പറയാം. ഭംഗിയുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ്, നല്ല ഹോളി ചില്ലകൾ. ഭംഗിയുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ്, നല്ല ഹോളി ചില്ലകൾ. ഫ്രീഡ. ഹലോ ഹൈഡി. എനിക്കൊരു നല്ല വാർത്ത പറയാനുണ്ട്. ഈ ക്രിസ്മസിന് നീ ഞങ്ങളുടെ വീട്ടിൽ വരണം. ശരിക്കും? അത് നല്ല രസമായിരിക്കും. നല്ല രസമായിരിക്കും, പക്ഷെ ആദ്യം എനിക്ക് ഫ്രോഡക്കറിനോട് അനുവാദം ചോദിക്കണം. ക്രിസ്മസ് ദിവസമെങ്കിലും അവർ യെസ് പറയുന്നു കരുതുന്നു. എനിക്കൊരു നല്ല വാർത്ത പറയാനുണ്ട്. ശരിക്കും? എന്താണ്? താങ്ക് യു ഹൈഡി. ഫ്രീഡ, നീ എഴുതാൻ പഠിച്ചോ? അതെ. അത് അടിപൊളിയാണല്ലോ. വെൽ ഡൺ. ശരിയായ സമയത്ത് തന്നെയാ. അതെന്താ? കാരണം ഇതാ. ഇത് എനിക്കാണോ? തീർച്ചയായും, ഞാനത് വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ല നിന്റെ അനിയന് വേണ്ടി എഴുതാൻ പറ്റുന്ന. അതെ, ഞാൻ ഉൾറിച്ചിന് എഴുതാനേ ഉപയോഗിക്കാം. താങ്ക് യു ഹൈഡി. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക് 4 മണിയാകുമ്പോ ഇവിടെ മീറ്റ് ചെയ്യാം. അപ്പൊ നിനക്ക് പറയാലോ ഇന്ന് രാത്രി വരാൻ കഴിയുമെന്ന്, അല്ലേ? അപ്പൊ ശരി, പിന്നെ കാണാം. നല്ല ഹോളി ചില്ലകൾ, സുന്ദരമായ ക്രിസ്മസ് ഡെക്കറേഷൻസ്, ഹോളി ചില്ലകൾ വാങ്ങാം. ഇതാ മാഡം,
ഇത് അവസാനത്തേതാണ്. ഇത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. അങ്ങനെ ആവട്ടെ. താങ്ക് യു മാഡം. ഹാപ്പി ക്രിസ്മസ്. ഫ്രോജക്ക് ഫ്രോജക്ക് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ഉൾറിക്കിന്, അവസാനം കണ്ടതിനേക്കാൾ നീ ഒരുപാട് വലുതായി കാണുമല്ലോ. ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ ആരോഗ്യം കുഴപ്പമില്ല. ഈ പ്രാവശ്യം വരുമ്പോ നമ്മൾ എന്നേക്കുമായി ഒരുമിച്ച് കൂടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ചേച്ചി ഫ്രീഡ. എന്റെ ഓഫീസിൽ നീ എന്തെടുക്കുകയാണ്? നീ ഇപ്പൊ കച്ചവടത്തിന് പോണ്ട സമയമല്ലേ? അത് ഞാൻ എഴുതുമായിരുന്നു. നിനക്ക് എഴുതാൻ അറിയാമോ? അതെ, വായിക്കാനും അറിയാം. നിന്നെ ഞാൻ വിലക്കിയതല്ലേ? എന്നോട് ക്ഷമിക്കണം, നിങ്ങളോട് ഇത് മറച്ചു വെച്ചതിന്. പക്ഷെ സത്യം, ഞാൻ ജോലി ചെയ്യുന്ന സമയത്തല്ല പഠിച്ചത്. നിങ്ങൾക്കറിയാലോ ഞാനെല്ലാം വിറ്റ് തീർക്കാറുണ്ടെന്ന്. അങ്ങനെ കരുതുന്നു. നീ നിന്റെ അനിയനാണോ കത്തെഴുതുന്നത്? അതെ, ഞാൻ അവന് ഹാപ്പി ക്രിസ്മസ് പറയാനും പിന്നെ അവനെ പറ്റി ഓർക്കാറുണ്ടെന്നും പറഞ്ഞു. ഓ, എന്തൊരു സ്നേഹം. എനിക്ക് അവന്റെ രക്ഷകർത്താക്കളുടെ കത്തൊന്ന് തന്നിരുന്നെങ്കിൽ അതിൽ നിന്ന് അവരുടെ അഡ്രസ് ഈ കാർഡിലേക്ക് കോപ്പി ചെയ്യാമായിരുന്നു. അതോർത്ത് നീ വിഷമിക്കണ്ട, അതെനിക്ക് തന്നേക്ക്. ഞാൻ അഡ്രസ് എഴുതി പോസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫ്രോഡക്കർ. അതൊന്നും വേണ്ട. ശരി, ക്രിസ്മസ് ആണ്, ഒരുപാട് ജോലിയുണ്ട്. ഇനിയും പോയി വിൽക്കാൻ നോക്ക്. ശരി ഫ്രോഡക്കർ. ഫ്രോഡക്കർ, എന്നെ ക്രിസ്മസ് രാവ് സെസ്മൻ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ പ്ലീസ്? സെസ്മെൻസോ? അവരാരാ? എന്റെ കൂട്ടുകാർ താമസിക്കുന്ന കുടുംബം. ശരി, നമുക്ക് നോക്കാം. നീ വേണ്ടത്ര കച്ചവടം ചെയ്താ മാത്രം. ഓ, താങ്ക് യു ഫ്രോഡക്കർ. ഹലോ ഫ്രീഡ. ഹലോ ഹെൽമോട്ട്. നോക്കൂ, എനിക്കൊരു സഹായം ചെയ്യാമോ? ബാസ്ക്കറ്റ് മൊത്തം വാങ്ങാനായി ഒരു കസ്റ്റമർ ഉണ്ട്. നിങ്ങളുടെ ബാസ്ക്കറ്റ് എനിക്ക് തരാമോ? ശരി, ഇതാ. താങ്ക്സ് ഫ്രീഡ. പകരമായി ഞാനൊരു സഹായം ചെയ്യും. രാഹുൽ, രാഹുൽ, ചോക്ലേറ്റ്